എല്ലാവരും പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു മേജർ കാര്യമാണ് ഓക്കെ ഒരു സർജറിയിലോട്ട് കടന്നു കഴിയുമ്പോഴത്തേനും ഫ്യൂച്ചർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ സർജറി എന്നാണ് എല്ലാവർക്കും വരുന്നൊരു ചോദ്യം. ആൻഡ് ഞാൻ ഉദ്ദേശിക്കുന്ന സർജറി എന്ന് പറയുന്നത് സർക്കംസിഷനാണ്. സോ പോസ്റ്റ് സർക്കംസിഷൻ ദർ ആർ സർട്ടൻ ഡൂസ് ആൻഡ് ഡോൺട്സ്, ദാറ്റ് ഇസ് എന്താ പറയുക, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ്. സോ പ്രൈമറിലി ഇൻസിഷൻ ഹീൽ ആവുന്നത് വരെ അറ്റ്ലീസ്റ്റ് ഒരു 2 weeks മിനിമം ഒന്ന് ഹീൽ ആവുന്നത് വരെ ഒരുപാട് ഭാരിച്ച ജോലികൾ, സ്ട്രെയിൻ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ് സ്റ്റിച്ച് ചിലപ്പോൾ എന്ന് പൊട്ടാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ റീസൂച്ചർ ചെയ്യേണ്ടി വരും, വിച്ച് ഇസ് അനദർ ബിഗ് ഹാസിൽ. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നടക്കണം. യു നീഡ് ടു വാക്ക് ആഫ്റ്റർ പ്രൊസീജിയർ. കാരണം അനസ്തേഷ്യയുടെ ഒരു എഫക്റ്റ് എപ്പോഴും ഇരിക്കുമ്പോഴത്തേനും അതൊന്ന് കംപ്ലീറ്റ്ലി വിട്ടുമാറാനായിട്ട് നമ്മുടെ ബോഡി അതിന് യൂസ് ടു ഇറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് നടക്കണം. വ്യായാമം ചെയ്യുന്നത് കുഴപ്പമില്ല, ലിറ്റിൽ എയറോബിക് എക്സസൈസ് ലൈക്ക് 15 minutes ഓഫ് വാക്കിംഗ്, ഒരു ലെവൽ സർഫേസിൽ പ്രോപ്പറായിട്ട് നടക്കുന്നതും. പിന്നെ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ വർക്കൊക്കെ ചെയ്യാം. ഫുഡ് കഴിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഹീലിംഗ് പീരീഡ് ഇനിയും ബെറ്റർ ആയിരിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് പ്രൊസീജിയർ എന്തെങ്കിലും ചെറിയ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നല്ല വേദന തോന്നിക്കുന്ന ഒരു ചുവപ്പായിട്ട് മാറുന്നതോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡോണ്ട് ഫീൽ ഷൈ ടു കോൺടാക്ട് യുവർ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. ഓൾ റൈറ്റ്, സ്റ്റേ സേഫ്.